കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ചിത്രമുണ്ടായിരുന്നു. സുധിയുടെ ഭാര്യ രേണുവും ഒരു ഡോക്ടറായ മനുവിൻ്റെയും ചിത്രം. രേണു അതിൽ കല്യാണവേദനായി നിൽക്കുന്നു. വിവാഹവേഷത്തിൽ നിൽക്കുന്ന രേണുവിനെ ചേർത്ത് നിർത്തുന്ന മനുവിൻ്റെ ചിത്രങ്ങൾ. പ്രേക്ഷകരെല്ലാവരും അമ്പരന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല. ഒരു നിമിഷത്തെ അന്താളിപ്പിന് ശേഷം പ്രേക്ഷകരെല്ലാവരും ഈ സത്യങ്ങൾ തിരിച്ചറിയാൻ ചോദിക്കാൻ തുടങ്ങി. രേണു വിവാഹം കഴിച്ചോ? ഒരിക്കലും ഞങ്ങളത് വിശ്വസിക്കില്ല. സുധിയാണ് എല്ലാം എന്ന് പറഞ്ഞു നടന്ന രേണു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നാൽ രേണു ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും രേണുവിനെ ശപിക്കുകയോ വെറുക്കുകയോ ചെയ്യില്ല. രേണു ഞങ്ങൾക്ക് പ്രിയങ്കരി തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. രേണുവും അദ്ദേഹവും തമ്മിലുള്ള ആ ഫോട്ടോഷൂട്ടിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് പറയുന്നു. ഞാനും രേണു സുധിയും വിവാഹിതയെന്ന കാര്യത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ഞങ്ങൾ അഭിനയിച്ച പരസ്യ ചിത്രമാണ്. അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് ഒക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നത് ഒരു കണ്ടന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഇവർ വിവാഹിതരായോ എന്ന ക്യാപ്ഷൻ പങ്കുവച്ചതോടെ തന്നെ ഇവരെല്ലാവരും അത് ഏറ്റെടുക്കാൻ തുടങ്ങി. എന്നാൽ ഞങ്ങൾ അങ്ങനെ പങ്കുവെക്കുമ്പോഴെങ്കിലും അതിലൊരു സത്യവുമില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ വൈറലാക്കുന്ന ആളുകൾക്കില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു. പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാൻ സാധിക്കൂ. ആദ്യം ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത് ടെലിവിഷൻ താരം അനുമോളെ വെച്ചാണ്. പക്ഷെ അവർ പിന്മാറി. ഈ ചിത്രത്തിന് പുറത്തു വന്നാൽ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ തരത്തിൽ ആളുകൾ പ്രചരിപ്പിക്കുമെന്ന് തനിക്ക് പേടിയാണെന്ന കാരണം പറഞ്ഞാണ് അനുമോൾ ഇതിൽ നിന്നും പിന്മാറുന്നതെന്ന് പറയുന്നു. അവർക്ക് മുൻപ് ചെയ്ത വർക്കും ഇതുപോലെ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാനും ഫോട്ടോഷൂട്ടും മോഡലിംഗും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. മുൻപും മുഖം പൊള്ളലേറ്റ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തന്റെ വർക്കിനെ കുറിച്ച് പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൽ രേണു വന്നതാണ് ഇത്രയും പ്രശ്നമായി മാറിയത്. രേണു ഇപ്പോൾ വിവാദ നായികയായി നിൽക്കുകയാണ്. വിവാഹത്തിന് ശേഷം ഇത്രയും അഭിനയിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ തെറ്റില്ലായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം പെട്ടെന്ന് ഇത്തരം റൊമാൻറ്റിക് റീലുകളൊക്കെ ചെയ്തെത്തുമ്പോൾ ആളുകൾ ഓരോന്ന് പറയുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞൊരു പ്രശ്നം. എന്നാൽ രേണുവിനോ സുധിയുടെ വീട്ടുകാർക്കോ ഇതൊരു പ്രശ്നമല്ല. എങ്കിൽ അത് രേണുവിനെ ബാധിക്കേണ്ട കാര്യമില്ല. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അതിനെ കാര്യമാക്കേണ്ടതില്ല. രേണു അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. രേണുവിന് ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഇത്തരം വാക്കുകൾ തന്നെയാണ് വൈറലാവുന്നത്. ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട രേണു ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ രേണു ഒരിക്കലും വിഷമിച്ച് അവിടെ വിധവയെ പോലെ കഴിയേണ്ട കാര്യമില്ലല്ലോ. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതന്നെയല്ലേ നല്ലത്. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് തന്നെയാണ് നല്ലതെന്ന് എടുത്തു പറയണം. സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്നാണ് വിചാരം. എന്നാൽ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.